കേരളത്തിലെ പുരുഷന്മാരുടെ മിശിഹായായ രാഹുൽ ഈശ്വർ പണി തുടങ്ങിയിട്ടുണ്ട്. സന്തോഷം. ഏവർക്കും സ്വാഗതം. ലോക ചരിത്രത്തിൽ പുരുഷന്മാർക്ക് വേണ്ടി ഇത്രമാത്രം സാഹസികമായി വലിയ വലിയ കെൽപ്പോടെ സാമർഥ്യത്തോടെ പണി ചെയ്തിട്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് വളരെ സംശയമാണ്. കേരളത്തിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിത്വം സമാനതയില്ലാത്ത പ്രതിഭയിൽ ഇന്നും വിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരത്ഭുതവും നമ്മുടെ എവരുടെയും അഭിമാനവുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ പുരുഷന്മാർ എവിടെയൊക്കെ വെട്ടിൽ ചെന്ന് വീണിട്ടുണ്ടോ, അവരേത് വെട്ടിലാണ് വീണത്, എപ്രകാരമാണ് വീണത്, എന്തിനാണ് വീണത്, ഇതൊന്നും തന്നെ പരിഗണിക്കാതെ അവരെ നമ്മളേവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും എല്ലാ പടുകുഴികളിൽ നിന്നും സംരക്ഷിക്കാനായി അതിസാമർഥ്യത്തോടെ അധ്വാനിച്ച ഏക പ്രതിഭാസം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. ഈ യുവാവിൻ്റെ കഴിവ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കഴിവിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ തൊലിക്കട്ടിയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് രണ്ട് കൈയും കൂപ്പിയല്ലാതെ എനിക്ക് പറയാൻ സാധ്യമല്ല. നിങ്ങൾ ആരെങ്കിലും രാഹുൽ ഈശ്വരൻ്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ അമ്മാച്ചൻ ഈ രാജീവ് കണ്ണറുടെ അവസ്ഥയിലായിപ്പോയാൽ, നിങ്ങൾ എവിടെയെങ്കിലും വല്ല വീട്ടിൽ പത്താഴമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. 4 പേരുടെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടാനുള്ള തൻ്റെ ഇടം, മനക്കട്ടിയോ തൊലിക്കട്ടിയോ നിങ്ങൾക്കുണ്ടാകുകയില്ല. ആ സ്ഥാനത്താണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ പുരുഷ രക്ഷിതാവ് ഇരുന്ന് കസർത്ത് കണ്ടാൽ നിങ്ങൾ അന്തം വിട്ടുപോകും. അതിനപ്പുറത്തൊരു പ്രയോഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മൂർക്കോളെ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്നൊരു വ്യക്തി, അദ്ദേഹത്തിന് ഇംഗ്ലീഷിനോട് വലിയ താല്പര്യമായിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, അതെനിക്ക് ഇംഗ്ലീഷിലൊക്കെ വിവരമുണ്ടെന്നല്ല, ഞാൻ മലയാളം പ്രയോഗം പറയാൻ ഇംഗ്ലീഷ് പറയാമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ കേൾക്കട്ടെ. പറഞ്ഞു, അന്തം വിട്ടുപോയി എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? അപ്പോൾ ഞാൻ ചിലതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, പോരാ, അതിൻ്റെ ആ ഗാംഭീര്യം പോരാ. അപ്പം ഞാൻ പറഞ്ഞു, താൻ തന്നെ പറ, അന്തം വിട്ടുപോയി എന്താ ഇംഗ്ലീഷ് എന്താണ്? അവൻ പറഞ്ഞു, ലെഫ്റ്റ് ദ എൻഡ് എന്ന് പറയണം എന്ന് പറഞ്ഞു. ലെഫ്റ്റ് ദ എൻഡ്, അന്തം വിട്ടുപോയി എന്ന് പറഞ്ഞ ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഞാൻ എൻ്റെ ലെഫ്റ്റ് എൻഡിൽ എൻ്റെ ലെഫ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അത്രമാത്രം ഭയങ്കര ഒരു അവതരണമാണ് ഇപ്പോൾ മാധ്യമ ക്യാമറയുടെ മുമ്പിലിരുന്നു കൊണ്ട് ഈ സമർത്ഥനായ യുവാവ്, പുരുഷ രക്ഷിതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എന്താണ് പറയുന്നത്, വാദമുഖങ്ങൾ അവതരിപ്പിക്കാൻ എനിക്ക് പ്രാപ്തിയില്ല. തന്നെ വല്ലത് പറയാൻ എൻ്റെ മനസ്സെന്നെ അനുവദിക്കുന്നതുമില്ല. എൻ്റെ വിദ്യാഭ്യാസം എന്നെ അനുവദിക്കുന്നില്ല, എൻ്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല, ആത്മാഭിമാനം അനുവദിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് രാജീവ് കണ്ണർക്ക്, തന്ത്രിമാർക്ക് ഈ ഭരണപരമായ യാതൊരു ചുമതലയില്ല, അവർക്ക് ആചാരപരമായ ചുമതല മാത്രമേ. അതുകൊണ്ട് ഭഗവാന്റെ കുറിയാണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയോ, ഭഗവാന്റെ സ്വർണം കൊണ്ടുപോയോ, ഇതൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അയ്യോ പാവം, ഒന്നും അറിയാൻ വയ്യാത്ത ഒരു അയറ്റപ്പുഴയാണ് എൻ്റെ അമ്മാച്ചൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെ ആയിക്കൊള്ളട്ടെ, രാഹുൽ ഈശ്വർ പറഞ്ഞാൽ പറഞ്ഞതാണ്, അത് കുറിച്ചു കൊള്ളും. അതും എനിക്കും കൊണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഭരണപരമായ ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് യാതൊരു ചുമതലയുമില്ല എന്ന് രാഹുൽ ഈശ്വറിൻ്റെ വാദം ഞാൻ സർവനാത്മാ അങ്ങ് സ്വീകരിക്കുകയാണ്, തലകുനിച്ച് ഞാൻ സ്വീകരിക്കാം. പക്ഷെ എനിക്ക് രാഹുൽ ഈശ്വറിനോട് ചോദിക്കേണ്ട ഒരു ചെറിയ ചോദ്യമുണ്ട്. അത് മാത്രം ഞാൻ ഒന്നും പറയുന്നത്, ഇത് മാത്രം അദ്ദേഹത്തോടായിട്ട് ചോദിക്കുക. അതായത്, തന്ത്രി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന ഒരു മഹനീയ ഒരു
വ്യക്തിത്വമാണല്ലോ. ഒരു വീട്ടിലെ അപ്പന് തൻ്റെ മകൻ എന്താണ് സംഭവിക്കുന്നത്, മകൻ്റെ മോതിരം എന്താണ് സംഭവിക്കുന്നത്, ഇതായാലും ചോദിച്ചാൽ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ എൻ്റെ ആകെപ്പാടെയുള്ള ചുമതലെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ കണ്ണു തുറക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നോട് ചോദിക്കരുത് എന്ന് പ്രതികരിച്ചാൽ ആ അപ്പന് പിന്നെ അധികം നാൾ അവിടെ നിൽക്കാനൊക്കത്തില്ല, വല്ല വൃദ്ധസ്ഥാനത്തിൽ പോയി താമസിക്കേണ്ടി വരും എന്നത് രാഹുൽ ഈശ്വർ പോലും സമ്മതിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ പ്രശ്നം അതുമല്ല, അതിനേക്കാൾ അപ്പുറത്താണ്. അതായത് ഇത് ഒരു സാധാരണ ബന്ധമല്ല. ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ ദേവനായ അയ്യപ്പൻ്റെ ദേവനായ പിതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ഉള്ള അയ്യപ്പൻ, ആ ദൈവജ്ഞാനമുള്ള അയ്യപ്പൻ്റെ അപ്പനായ തന്ത്രി അദ്ദേഹത്തിനൊന്നും അറിയാൻ വയ്യ എന്നെങ്ങനെയാണ് പറയുന്നത്? അദ്ദേഹത്തിനൊന്നും അറിയാൻ വയ്യെങ്കിൽ തൻ്റെ കൺമുൻപിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ശബരിമലയിൽ നിന്ന് ഏതെങ്കിലും ഒരു പാളി അഴിച്ച് എവിടെയെങ്കിലും അവിടെ തന്നെ നിലത്തോട്ട് വെക്കണമെങ്കിൽ ആദ്യം തന്ത്രി വന്ന് അതിൽ എന്തെങ്കിലും ഒന്ന് അഴിച്ച് ആരംഭം വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ അതിൽ എന്തെങ്കിലും അനക്കം ഉണ്ടാകാനൊക്കത്തുള്ളൂ. അപ്പൊ ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്ത്രിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു, യാതൊരു അറിവുമില്ല ഇരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ നമ്മളെല്ലാവരും രാഹുൽ ഈശ്വരുകളാകണം. മറ്റാർക്കും ആ കഴിവുണ്ടാകുകയില്ല. വളരെ സങ്കടത്തോടു കൂടെയാണ് ഞാനിത് പറയുന്നത്. കാരണം എത്രയോ കഴിവുള്ളൊരു യുവാവാണ് അദ്ദേഹം. ഈ കോമാളി വേഷം കെട്ടി ഇത് കേട്ട് നിൽക്കുന്ന പോത്തിന് പോലും മനസ്സിലാകാവുന്ന കാര്യം അവിടെ ഈ ന്യായീകരണ തൊഴിലാളി പോലെ നിന്ന് തന്നെ അപമാനിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് വല്ല നേട്ടവുമുണ്ടോ? സ്വന്തം വിലയുണ്ടെങ്കിൽ വിലയിടിച്ച് കളയാനല്ല, നശിപ്പിക്കാനല്ല, ഇത് മറ്റെന്തെങ്കിലും ഇത് ഉപകരിക്കും. പിന്നെ ഒരു കാര്യം നമുക്കറിയാം, ഇപ്പം ദിലീപിനെ പോലെയുള്ള ഒരാളെ അഹോരാത്രം ഇരുന്ന് ന്യായീകരിച്ചു കൊണ്ടേയിരുന്ന അദ്ദേഹം വിശുദ്ധനാണ്, ലോകം മുഴുവനും അദ്ദേഹത്തെ ക്രൂശീകരിക്കാനായിട്ട് തുടങ്ങുന്നേ, ഞാനും മാത്രം അദ്ദേഹത്തെ രക്ഷിക്കും എന്ന് പറഞ്ഞിറങ്ങിയ രാഹുൽ ഈശ്വറിനെ കൊണ്ട് പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കാത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഉത്തരം ഉണ്ടാകും. ഇപ്പൊ കണ്ടററെ സംരക്ഷിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് മറ്റേ കേസ്. പക്ഷെ അവിടെ അദ്ദേഹം വിജയിച്ചു. ഇപ്പോൾ ജനപ്രിയ നായകനായ ദിലീപ് സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിച്ച് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ എതിരാളികളെ പേടിപ്പിക്കുക നിർത്തിക്കൊണ്ട് ഇങ്ങനെ വിലസുന്നതിൻ്റെ ഏക കാരണം രാഹുൽ ഈശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ നാവാണ്. അദ്ദേഹത്തിന് നാവില്ലായിരുന്നെങ്കിൽ ദിലീപിന് നോവായിരുന്നേനെ. ഇതൊക്കെ നമുക്കറിയാം. അപ്പം ആ ഒരു വലിയ കലാപരിപാടി എത്രയോ നാളുകളായി അവതരിപ്പിച്ച് ഈ രാജ്യത്തിൻ്റെ മുഴുവനും കൈയടി വാങ്ങിക്കുകയും അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് അടിക്കടി ഉയരുകയും ചെയ്ത രാഹുൽ ഈശ്വരന് സ്വന്തം അമ്മാച്ചനായ രാജീവ് ഖഡ്ഡറെ കൈപിടിയാൻ കഴിയുകയില്ല എന്നത് നാം സമ്മതിച്ചു കൊടുക്കേണ്ട യാഥാർത്ഥ്യം. എങ്കിലും പറയുന്നതിനൊരു ലിമിറ്റ് വേണ്ടേ? ഇനി നമുക്ക് രാഹുൽ ഈശ്വരൻ്റെ വാദം അംഗീകരിക്കാം. ഖഡ്ഡർക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അയ്യപ്പന് അവിടെ സംഭവിക്കുന്ന എന്താണ് അദ്ദേഹത്തിന് ഇട്ടും പൊട്ടും അറിയില്ല, തിരിയില്ല. തമിഴിൽ പറയുന്ന പോലെ എനിക്ക് തിരിയാതെ തമ്പി എനിക്ക് തിരിയാതെ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എന്തിനാണ് ഇവിടെ തന്ത്രിയായിട്ടിരിക്കുന്നത്? അത്ര മൊണ്ണയാണെങ്കിൽ പിന്നെ തന്ത്രിയായിട്ടിരിക്കാൻ ഇയാൾക്ക് എന്താണ് യോഗ്യം? താഴമൺ കുടുംബത്തിൽ ഇങ്ങനെയുള്ള മൊണ്ണകളാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ അവർക്ക് ഇവിടെ എന്താണ് കാര്യം? പിന്നെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഹിന്ദു സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് ഒരു ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മറ്റൊന്നുമല്ല, എന്തുകൊണ്ടാണ് താഴമൺ കുടുംബത്തിന് ഈ ശബരിമലയോട് ഇത്ര വലിയ പ്രീതി, അയ്യപ്പനോട് ഇത്ര പ്രേമം എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് ആലോചിക്കണം. മറ്റെല്ലാ ഇടത്തു നിന്നും തന്ത്രിമാരെ നീക്കം ചെയ്യുന്നു. ഇതെന്താണ് ഈ കുടുംബത്തിൻ്റെ കുത്തകയായിട്ട് മാറിയത്? ഇപ്പൊ രാഷ്ട്രീയത്തിൽ
രാഹുൽ ഗാന്ധിക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ആയുധം എന്താണ്? അത് ഡൈനാസ്റ്റിക്, അത് കുടുംബപരമായ അവസ്ഥയിൽ ഒരു കഴിവുമില്ലാത്തവൻ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞതാ അവിടെ കയറി ഇരിക്കുന്നു. എന്നാൽ മതത്തിൽ വരുമ്പോൾ അതൊരു പ്രശ്നമേ അല്ല. ഇത് താഴമൺ കുടുംബത്തിൻ്റെ കുത്തക അവകാശമാണ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രയാസമില്ല. ഇത് ശരിയല്ല. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ആരാധനാലയത്തോട് ഇത്രമാത്രം പ്രേമമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദര, അതിന് അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഇഷ്ടം പോലെ കക്കാൻ വകയുണ്ട് എന്ന് മാത്രവുമല്ല, അവിടെ കക്കാനുള്ള സാഹചര്യവും വളരെ വലുതാണ് എന്നതുകൊണ്ടാണ്. യാതൊരു സംശയമില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ, മതസംവിധാനത്തിൻ്റെ ഉള്ളിൽ കാക്കുന്നതും കക്കുന്നതും ഒന്നാണ് എന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു. ഇത് എല്ലാ മതത്തിലുമുള്ള യാഥാർത്ഥ്യമാണ്. ആർക്കാണ് കാക്കാൻ താല്പര്യമുള്ളവർ അവൻ കക്കാനായിട്ട് മാത്രം വന്നവനാണ് എന്നത് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള ആളുകൾക്ക് ഇല്ലാതെ പോകുന്നത് എന്ന ദുഃഖത്തോടെ ഞാൻ എന്നോട് തന്നെ അങ്ങ് ചോദിക്കുക. മനസ്സിലാകുന്നില്ല, സഹിക്കാൻ വയ്യ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇപ്പം ക്രിസ്തു മതത്തിലോട്ട് വന്നാൽ അവിടെയാണല്ലോ എൻ്റെ പരിചയം. എൻ്റെ അനുഭവത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി സത്യസന്ധനാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം കഷ്ടമാണ്. ഞാൻ 1982 അച്ചപ്പട്ടം സ്വീകരിക്കുന്നത്. അതിനുശേഷം ഏറെ താമസിയാതെ 84 ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. കാരണം മറ്റൊന്നുമല്ല, ഞാനുള്ള കാര്യം അതുപോലെ പറയും. ചിലർക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും എന്നതുകൊണ്ട്, പിന്നെ അസത്യത്തിനും അഴിമതിക്കും കൂട്ടുനിൽക്കത്തില്ല എന്നതുകൊണ്ട് ഡൽഹിയിലുണ്ടായിരുന്ന ഒരു ബിഷപ്പന്മാർക്ക് പോലും CNI ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഡൽഹി ഡയസിസിന്റെ ചാർജായിരുന്ന ഒരു ബിഷപ്പ് പോലും എന്നെ 4 അയലത്ത് അടുപ്പിച്ചില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ മറ്റൊരു അനുഭവം പറഞ്ഞാൽ, നാഗ്പൂരിൽ ഹിസ്ലം കോളേജ് എന്ന് പറഞ്ഞ വിഖ്യാതമായൊരു കോളേജുണ്ട്. അത് നശിച്ച് നാരായണക്കല്ലായി. അവസാനം നാഗ്പൂരിലെ ബിഷപ്പ് ആയിരുന്ന ഒരു ബിഷപ്പ് വിക്ടർ, വിനോദ് വിക്ടർ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഈ കോളേജ് നശിച്ചു പോയി. അന്ന് എനിക്ക് 34-35 വയസ്സേ പ്രായമുള്ളൂ. അപ്പോൾ സാറ് വരണം, പ്രിൻസിപ്പലായിട്ട് വരണം, ഹിസ്ലം കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് വരണം. ബാക്കിയുള്ളവരെല്ലാം ഇരുന്ന് മുട്ടിച്ചു. കോളേജ് ഇല്ലാതാക്കി. കോളേജ് നാനാവിശേഷമായി കൈവിട്ടു പോകും. അതുകൊണ്ട് ദയവായിട്ട് വരണം, കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്, അവിടെ വേക്കൻസി ഉണ്ട്. ഞാനാണ് എൻ്റെ ഇസ്ലാം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ചെയർമാൻ, ഞാനാണ്. അതുകൊണ്ട് ദയവായിട്ട്. അപ്പോൾ എൻ്റെ ഇന്ന് ആപ്ലിക്കേഷൻ അത് എഴുതി വാങ്ങിച്ചോളൂ. പക്ഷേ ഏറെ താമസിയാതെ എൻ്റെ ഖ്യാതി അവിടെ ചെന്നു. അപ്പോൾ ഇസ്ലാം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ അംഗങ്ങൾ മുഴുവനും ഇത് നേരെ തിരിഞ്ഞു. അയാൾ വന്നാൽ ഞങ്ങൾക്ക് തട്ടുകേടാണ് എന്ന് പറഞ്ഞ അവസാനം എനിക്ക് പ്രായം കുറവാണെന്ന ഒരു പഴുത് കണ്ട് എന്നെ ഒഴിവാക്കി. അതെനിക്ക് വ്യക്തിപരമായി വലിയ ഗുണം ചെയ്തുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഏത് സഭയുമായിക്കൊള്ളട്ടെ, ഏത് ഡയസിസുമായിക്കൊള്ളട്ടെ, ഏത് അതിരൂപതയായിക്കൊള്ളട്ടെ, ഏത് അടിരൂപതയായിക്കൊള്ളട്ടെ, നിങ്ങൾ സത്യസന്ധനാണോ, ഒരു ബിഷപ്പിൻ്റെയും ആ സംഘത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാല് കുത്താനിടയാകില്ല. യാതൊരു സംശയവും വേണ്ട. ഒരു വിധത്തിലും നിങ്ങൾക്ക് ഒരവസരവും ഉണ്ടാകുകയില്ല. നിങ്ങളെ സ്വീകരിക്കുകയില്ല, നിങ്ങളെ അടക്കത്തോട്ട് കടത്തി. നിങ്ങളുടെ ഏക അയോഗ്യത നിങ്ങൾ സത്യസന്ധനാണ് എന്നതായിരിക്കും. ഇത് മതത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. മതത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. നിങ്ങൾ സത്യസന്ധനാണോ, നിങ്ങളെ സ്വീകരിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. സത്യം. അത് നമുക്ക് ഒരു പ്രയാസവുമില്ല, നമ്മളത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ആരാണ്ട് സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയ, അല്ലെങ്കിൽ ഇപ്പോൾ മധ്യ കേരള ഡയസിസ്, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മധ്യ കേരള ഡയസിസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറേ നാൾ മുമ്പ് 8.5 കോടി രൂപ കാണാതായി. ആർക്കും ഒരു പ്രയാസമില്ല. ഇപ്പം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് ചോദിക്കാനെങ്കിലും ആളുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ അതുമില്ല. ഏത് മോഷണവും നടന്നു, എന്ത് കള്ളക്കമ്മട്ടവും നടത്തിക്കും. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഇവിടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ
സൗത്ത് കേരള ഡയസസിൻ്റെ ബിഷപ്പായിരുന്ന ഒരു ധർമ്മരാജ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഓടി നടന്ന ആളുകളെ കളിപ്പിച്ചു. അക്രൈസ്തവരുടെ കയ്യിൽ നിന്ന് അവരുടെ മക്കൾക്ക് അർഹിക്കാത്ത അഡ്മിഷൻ കാരക്കോണം മെഡിക്കൽ കോളേജ് കൊടുക്കാമെന്നും പറഞ്ഞ് 8 കോടി രൂപ തട്ടി. അത് പിണറായി വിജയന്റെ സംരക്ഷണമുള്ള ആളായതുകൊണ്ട് പോലീസ് തുറത്തില്ല. അപ്പൊ ഹൈക്കോടതി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ വൻസാവിനെ പിടിക്കാൻ? അവർ പിടിക്കത്തില്ല. പിന്നെ 16 ക്രിമിനൽ കേസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതൊന്നും ആർക്കും ഒരു പ്രശ്നവുമല്ല. എന്നാൽ ബിഷപ്പ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ, അയ്യോ ബിഷപ്പിനെ നിങ്ങൾ അപമാനിച്ചു, അതിൻ്റെ ശാപം കൊണ്ട് നിങ്ങൾ കത്തിപ്പോകും എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതാണ് നമ്മുടെ മതം, ഇതാണ് നമ്മുടെ ദൈവബോധം, ഇതാണ് നമ്മുടെ സംസ്കാരം എന്നതുകൊണ്ട് ദയവായി ഈ രാജീവ് കണ്ഠരർ എന്ന് പറയുന്ന ആളിനോട് മറ്റാരോടും കാണിക്കരുത്, ധർമ്മദോഷം കാണിക്കരുത്. ഈ കാര്യത്തിൽ ഞാൻ രാഹുൽ ഈശ്വരനോട് കൂടെ തന്നെയാണ്. പക്ഷേ രാഹുൽ ഈശ്വർ നല്ല ഭാവിയുള്ളൊരു വ്യക്തിയാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അദ്ദേഹം കഴിയുമെങ്കിൽ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന തൊലിക്കെട്ടി അല്പം ഒന്ന് കുറച്ചിട്ട് കുറെ കൂടൊക്കെ സാമാന്യ ബുദ്ധിക്ക് ചേരുന്ന വിധത്തിൽ പൊതുരംഗത്ത് വന്നിരുന്ന് വായ്മൊഴിഞ്ഞാൽ കൊള്ളാം എന്നൊരു വലിയ അഭിപ്രായം എനിക്കുണ്ട്. ഞാനിത് ഇപ്പോഴല്ല, അദ്ദേഹം എന്നെ ഒരിക്കലേ വന്ന് കണ്ടിട്ടുള്ളൂ. അന്ന് ഞാൻ രാഹുൽ കൃഷ്ണനോട് പറഞ്ഞതാണ്, ഈ പോക്ക് ശരിയല്ല, നിങ്ങൾക്ക് പറ്റിയതല്ല, നിങ്ങൾക്ക് നല്ല കഴിവുള്ളൊരു യുവാവാണ്, ആ കഴിവ് നല്ലതിനു വേണ്ടി പ്രയോഗിക്കപ്പെടട്ടെ, ഈ സംസ്ഥാനത്തിന് അനുഗ്രഹമായി തീരട്ടെ, യുവതിയുവാക്കന്മാർക്ക് പ്രേരണയാകട്ടെ, അപ്രകാരം ഒന്ന് പരിഗണിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് 2 കൈയും കൂപ്പി അഭ്യർത്ഥിച്ചതാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം മടങ്ങി വരാഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ഗുണമൊന്നുമില്ല ഈ കഴിവനെ കണ്ടിട്ട് എന്നതുകൊണ്ടാണ്. അത് ശരിയാണ് താനും, ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ സ്വന്തം സമയത്തിന് വിലയുണ്ട് എന്ന് തിരിച്ചറിയുന്ന പ്രതിഭാശാലിയായ ഒരു യുവാവ് ഒരിക്കലും ഒരു കാല ശവക്കുഴിയിലോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഴിവൻ്റെ അടുത്ത് വന്നിരുന്ന സമയം കളയത്തില്ല എന്നത് ന്യായമാണ്. അത് തിരിച്ചറിയാനും സ്വീകരിപ്പാനുമുള്ള ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വന്നത്, രാജീവ് കണ്ഠരരെ പ്രകാരം മാധ്യമ സ്റ്റുഡിയോയിൽ പോയിരുന്ന് ഘോരഘോരം ന്യായീകരിക്കുന്ന ഒരു യുവാവിനെ, നല്ല വിദ്യാഭ്യാസമുള്ളൊരു യുവാവിനെ, പലപ്പോഴും ഒക്കെ വിവരമുണ്ട് എന്ന വിധത്തിൽ സംസാരിക്കുന്ന ഒരു യുവാവിനെ അതീവമായ ദുഃഖത്തോടു കൂടെ അല്ലാതെ എനിക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല. ആ വേദന നിങ്ങളുമായിട്ടൊന്ന് പങ്കിടുക, അത്രമാത്രം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏവർക്കും എൻ്റെ കൂപ്പുകൈ. പ്രത്യേകിച്ച് രാജീവ് കണ്ഠരരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അത് മതം എന്താണ് എന്നറിയാൻ മേലാത്തവർ മാത്രം ചെയ്യുന്ന അപരാധമാണ്, അതിക്രമമാണ്. നിങ്ങൾ അവരോട് ക്ഷമിക്കണം. മതം എന്താണെന്നറിയാവുന്ന എനിക്ക് നിങ്ങൾ ചെയ്തതിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടുള്ള ആരോപണങ്ങളോടോ യാതൊരു വിധത്തിലുള്ള എതിർപ്പും വിറപ്പും ഒന്നുമില്ല. അത് നിങ്ങൾ ചെയ്തത് ന്യായമാണ്. അതിനുവേണ്ടി മാത്രമാണ് ആളുകൾ ഇങ്ങനെയുള്ള മതത്തിൻ്റെ പദവിയിൽ കയറുന്നത് എന്നത് അറിയാവുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചത് നല്ല മിടുക്കാണ്. കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ. ഏതായാലും നിങ്ങൾ നിരുത്സാഹപ്പെട്ടു പോകരുത്, നിങ്ങൾ നാണിക്കരുത്, തല ഉയർത്തി നിൽക്കാൻ ഇടയാകട്ടെ. പിന്നെ അനന്തരവനായ രാഹുലിനോട് പറയണം, ഞാനിത് തന്നെത്താനെ കയറിച്ചോളാം, നീ നിൻ്റെ കാര്യം നോക്കിക്കോ, ഇത് നിനക്ക് പറ്റിയ പണിയല്ല എന്ന് ദയവായി ഒന്ന് പറയണം എന്നും കൂടെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.